Hi all, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു മ്യൂസിക്കിനെ നമുക്ക് എങ്ങനെ 8D മ്യൂസിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് വീഡിയോ എഡിറ്റിംഗ് അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഓഡിയോ എഡിറ്റിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കൈൻമാസ്റ്ററിലാണ്. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 60:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു കളർഡ് ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏത് ഓഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത്, ഏത് ഓഡിയോയിലേക്കാണോ 8D എഫക്റ്റ് കയറ്റേണ്ടത്, ആ ഓഡിയോ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഓഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിനായിട്ട് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈഡിലായിട്ട് 3 ഡോട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഓഡിയോ സെലക്ട് ചെയ്യുക. അവിടെ ഒരു സൗണ്ടിൻ്റെ മാർക്ക് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓട്ടോ വോളിയം എനേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് അവിടെ ഒരു മാർക്ക് കാണും. അത് ഇതുപോലെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കുക. സെക്കൻഡ് ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓട്ടോ വോളിയം ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റായിട്ട് ഫുള്ള് ലെഫ്റ്റിലേക്ക് ആക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഡിയോ പ്ലേ ചെയ്താലും വലിയ മാറ്റമൊന്നും കാണാൻ കഴിയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ഓഡിയോ ഓരോ 5 സെക്കൻഡിലും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ടൈം ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂ ടിക്ക് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ 5 സെക്കൻഡിലും അതുപോലെ 5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ 5ലും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ 5 സെക്കൻഡിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാർക്കൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഓഡിയോ എൻവലപ്പ് ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്ത സെക്കൻഡ്സിൽ നമ്മൾ ഓഡിയോ എൻവലപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ടൈം ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിൽ കൊണ്ടുവച്ചതിന് ശേഷം അവിടെ ഒരു എൻവലപ്പ് ടൂൾ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മാർക്കിൽ നമ്മൾ 200% വോളിയം എൻവലപ്പ് ആക്കി കൊടുക്കുക. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ നേരെ 0ലേക്ക് കൊണ്ടുവരാം. വീണ്ടും തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും 200ലേക്ക് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഓരോ മാർക്കിലും മുകളിലേക്കും താഴേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ മാർക്കിലും 200, 0 അങ്ങനെ സെപ്പറേറ്റായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സെക്കൻഡ് ഓഡിയോയിലേക്ക് പോവാം. സെക്കൻഡ് ഓഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാർക്കിൽ കൊണ്ടുവച്ചതിന് ശേഷം ആദ്യത്തെ ഓഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ് 200% ആക്കിയത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ 0%ലേക്കാണ് വോളിയം എൻവലപ്പ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റിൽ നേരെ 200%ലേക്ക് അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രൊസീജിയർ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മളെ ഓഡിയോ 8D എഫക്റ്റിലേക്ക് 100% മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ ഓഡിയോ കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് മസ്റ്റാണ്, എങ്കിലേ നമുക്ക് ആ 8D എഫക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.